ലോക്കൽ അങ്ങനെ എക്സ്പ്രസ് വെസ്റ്റേജ് ലോക്കലുണ്ട് മൊത്തം നടക്കാറുണ്ട്. അതായത് കണ്ണൂരൊന്നും ഉണ്ടായിട്ടല്ലേ നടക്കാറും സ്റ്റേഷൻ സ്റ്റേഷൻ അല്ല ഞങ്ങൾ ഈ മറ്റേ മാപ്പിൽ നോക്കുന്നത് Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സില് റേഡിയോളജി ചാപ്റ്റർ കഴിഞ്ഞില്ലേ, കംപ്ലീറ്റ് ചെയ്തില്ലേ? യെസ് മാം. ഓക്കെ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായില്ലേ, ഇവിടെ ക്വസ്റ്റ്യൻസ്? യെസ് മാം. ഓക്കെ, നമുക്ക് ആദ്യം അത് ഡിസ്കസ് ചെയ്തിട്ട് പുതിയൊരു ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. Radiology diagnosis and treatment of disease by using and answer imaging technologies. Imaging technologies ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ മറ്റൊരാൾ വായിച്ചേ. The procedure that is done to create image within the body, especially the bone, is called X-ray. Answer. Okay, X-ray ആയിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ മറ്റൊരാള്. Radiology that focus on using minimally invasive intervention to diagnose and to treat patient. Interventional radiology. Interventional radiology. Third question answer ആയിരുന്നു. Fourth question answer. വേറെ ആരും ഇല്ലേ? Radiology rooms are secured that people cannot come -meter of its outside walls. 1 meter of. Okay, 1 meter ആയിരുന്നു അതിന്റെ ആൻസർ അല്ലേ? Then next fifth question answer. വേറെ ആരെങ്കിലും ഒരാൾ വായിച്ചേ. ഇത്രയും പേരല്ലാതെ ഇപ്പൊ വായിച്ചവരല്ലാതെ ഒരാൾ വായിച്ചേ. 43 ആളുകളുണ്ട് ഇതില് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതില് വേറെ ആരും ഇല്ലേ വായിക്കാനായിട്ട്? ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ.
അക്ഷരയുണ്ടോ? അക്ഷര വേറെ ആരുമില്ലേ? അന്ന വർഗീസ് പറഞ്ഞു അല്ലെ ഓൾറെഡി. അരുണിമ ഉണ്ടോ? അരുണിമ വേറെ ആരുമില്ല? മറ്റാരുമില്ല ഇതിലൊന്ന് വായിക്കാനായിട്ട്? ഓക്കെ, നിങ്ങൾക്ക് ഇന്റേണൽ മാർക്സ് അല്ലേ? Dosimeter is used to assess the absorbed rate of exposure to ionizing radiation. ഓക്കെ, എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ അല്ലെ. ഇപ്പൊ ഓപ്ഷൻസിൽ റേഡിയേഷൻ മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിലും ആ റേഡിയേഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. റേഡിയേഷൻ ചില ഓപ്ഷൻസിൽ അയണൈസിങ് റേഡിയേഷൻ ഉണ്ടാവില്ല, റേഡിയേഷൻ മാത്രമായിരിക്കും. അപ്പൊ അതനുസരിച്ച് ആ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻ വരുന്ന അനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. What is the adequate distance between machine and control panel in a radiation room? 3 meter. 3 meter. Okay. And next question. 7th question. Install X-ray machine in the dash of the X-ray room. Corner of the X-ray room. Okay. Next 8th question. Radiation protection is also known as radiological protection. Radiological protection. Then 9th question. 9th and 10th question. ഒരുമിച്ച് ഒരാളൊന്ന് വായിച്ച് 2 ക്വസ്റ്റ്യനും ആൻസേഴ്സും. ടൈം പോകുന്നു, വേഗമാട്ടെ. വോയിസിൽ ആരുമില്ലേ? അഭിലാഷ് ഉണ്ടോ? അഭിലാഷ് ആന്റണി. Angiographies are performed for visualizing blood vessels. ബ്ലഡ് വെസൽസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു ശ്രുതി? In radiology, all the reports are to be signed by റേഡിയോളജിസ്റ്റുകളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻസ് ശരി, നമ്മുടെ 10 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് കിട്ടിയില്ല എല്ലാവർക്കും? കിട്ടാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോ 10 ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞു. ഇനി ആ റേഡിയോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ ക്ലാസ്സുകളിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിപ്പിച്ചിട്ട് മാത്രമേ കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങളോട് അല്ലാതെ മറ്റു ക്ലാസ്സുകൾ എടുത്ത ആൻസേഴ്സ് അല്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങളുടെ ആൻസേഴ്സ് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ വിളിക്കുന്നവരോ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ഡയറ്ററി സർവീസ് കേട്ടോ. അപ്പോൾ ഡയറ്ററി സർവീസ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഡയറ്ററി സർവീസസ് എന്തിനാണ് ഒരു ഡയറ്ററി സർവീസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്താണ് ഡയറ്ററി സർവീസിൽ പ്രധാനമായിട്ടും അത് ഡീൽ ചെയ്യുന്ന കാര്യം എന്താണ് ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഒരു ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നത്? അവിടെ എന്താണ് പ്രധാനമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന വസ്തു എന്ന് പറയുന്നത്? ഫുഡാണ് അല്ലെ? വെരി ഗുഡ്, ഫുഡാണ്. അപ്പൊ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സേവനമാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് ഇങ്ങനെ ഒരു സേവനമുണ്ട്. ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സേവനം ഉണ്ടായിരിക്കുക? ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? പ്രധാനമായിട്ടും ആർക്ക് വേണ്ടിയിട്ടാ? പേഷ്യൻസിനാണ് അല്ലെ? വെരി ഗുഡ്, പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സേവനങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ പേഷ്യൻസിന് എന്ത് ചെയ്യുക? അവരുടെ രോഗങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നു. അതിനനുസരിച്ച് അവർ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അതിനനുസരിച്ചുള്ള ആരോഗ്യത്തിൽ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ? അവരുടെ കണ്ടീഷൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, നമുക്ക് കുറെ മെഡിസിൻസ് കിട്ടി. നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ആ മെഡിസിൻസ് മാത്രം കഴിച്ചതുകൊണ്ട് നമ്മൾ ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുമോ? ഇല്ല. മറിച്ച് എന്താണ്? അതിന്റെ കൂടെ ഫുഡും കൂടി
കൂടി കൺട്രോൾ ചെയ്യണം അല്ലെ. നല്ല രീതിയിലുള്ള ആഹാരം, ആരോഗ്യകരമായിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൂടി കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ആരോഗ്യവാനായിട്ടുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലില് ചില സേവനങ്ങൾ പേഷ്യൻസിന് നൽകുന്നുണ്ട്. അതാണ് ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലുകൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ചെറിയ സാധാ ഹോസ്പിറ്റലുകളില്ല, കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ആ പേഷ്യൻസിനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? അവിടുത്തെ പേഷ്യൻസ്. അവർ ആരായിരിക്കും? ഡയറ്റീഷ്യൻ ആണ്. ശരിയാണ്, ഡയറ്റീഷ്യൻ ആണ്. ആ ഹോസ്പിറ്റലുകാരായിരിക്കും അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കിക്കൊണ്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. അവിടെ ആ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡുകളും സമയാസമയം കറക്റ്റ് ആയിട്ട് കഴിക്കേണ്ടതായിട്ടുള്ള ഒരു അളവുണ്ട് അല്ലെ. അപ്പൊ ആ കൃത്യ അളവിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ആ ബില്ല് വന്നു കഴിയുമ്പോൾ നമ്മൾ പേ ചെയ്താൽ മാത്രം മതി. അപ്പൊ അവരുടെ ആ രോഗാവസ്ഥയെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കുമോ കിട്ടുക? അങ്ങനെയുള്ളതായിരിക്കും കിട്ടുക? അല്ല അല്ലെ, അങ്ങനെയുള്ളതല്ല. അവരുടെ ആ രോഗത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർക്ക് കിട്ടുക, ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പൊ ഇവിടെയും ഈ ഒരു ഡയറ്ററി സർവീസ്, നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഡയറ്ററി സർവീസ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം ഇത് തന്നെയാണ്. ഇതൊരു സപ്പോർട്ടീവ് സർവീസ് ആണ് അല്ലെ. ഇപ്പൊ സപ്പോർട്ടീവ് സർവീസ് ആണ്. അവിടെ എന്താണ്? പേഷ്യൻസിന് അതുപോലെ തന്നെ എന്താണ് അവിടെ വരുന്നത്? ഇപ്പൊ താമസിച്ച് ചെയ്യുന്നവർ, അതായത് ഔട്ട് പേഷ്യൻസ് ആവാം, ഇൻ പേഷ്യൻസ് ആവാം. അവിടെ താമസിച്ച് ചികിത്സ ചെയ്യുന്നവരാവാം, അല്ലാന്നുണ്ടെങ്കിൽ വന്ന് കൺസൾട്ട് ചെയ്ത് പോകുന്നവരാവാം. അവർക്ക് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുക, അവർക്ക് അതിനുള്ള കൗൺസിലിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക, ഓരോ ഭക്ഷണങ്ങളുടെയും ഇമ്പോർട്ടൻസ്, അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു സേവനവുമായി ബന്ധപ്പെട്ട് വരുന്നത്. നോക്കാം. അപ്പൊ നമുക്ക് ഡയറ്ററി സർവീസ് എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് ഈസ് എ സർവീസ് that meet the needs of patients coming from outside, inpatient given nutrition recommendations and food counseling based on their needs while taking to their disease kind and nature into consideration. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു സേവനമാണ് അല്ലെ. ആ സേവനം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പേഷ്യൻസിന്, പ്രധാനമായിട്ടും പേഷ്യൻസിനാണ്. എങ്ങനെയുള്ള പേഷ്യൻസിനാണ്? പേഷ്യൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് അല്ലെ. ഹോസ്പിറ്റലിലെ പുറത്ത് നിന്ന് വരുന്ന പേഷ്യൻസിന്, അതായത് ഔട്ട് പേഷ്യൻസ് ആവാം അല്ലെങ്കിൽ ഇൻ പേഷ്യൻസ് ആവാം. അവിടെ പുറത്തു നിന്ന് വന്ന ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് തിരിച്ചു പോകുന്നവരാവാം, അല്ലെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുന്നവരാവാം. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അവരുടെ ആ ഒരു രോഗത്തിന്റെ എന്താണ്, അതാണ് നമ്മുടെ ബേസ്ഡ് ഓൺ ദിയർ നീഡ്സ്, അവരുടെ ആവശ്യകതകൾ എന്താണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, അവരുടെ ആ രോഗത്തിന്റെ എന്താണ് ടേക്കിംഗ് ദിയർ ഡിസീസ് കൈൻഡ്, എന്താണ് അവരുടെ രോഗത്തിന്റെ തരം എന്താണ്, ആ നേച്ചർ എന്താണ്, രോഗത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കൗൺസിലിങ്ങുകളും അതുപോലെ തന്നെ ന്യൂട്രീഷൻ എന്താണ് പോഷകാഹാരവുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു സേവനമാണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലുകൾ പേഷ്യൻസിന് നൽകുന്ന ഒരു സേവനമാണ് അല്ലെ. അപ്പൊ ആ സേവനത്തിൽ പ്രധാനമായിട്ടും ആ പേഷ്യൻസിന്റെ, ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ രോഗാവസ്ഥ എന്താണ്, രോഗത്തിന്റെ തരം എന്താണ്, അവരുടെ രോഗത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഫുഡ് കൗൺസിലിങ്ങുകളും അതുപോലെ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ ന്യൂട്രീഷൻസിനെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു സേവനമാണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. Then it is the most significant hospital supportive service assisting in the restoration of health through diets created using science. ഇതെന്താണ്? ഒരു ഡയറ്റ് ആണ് ഇവർ ഫോളോ ചെയ്യേണ്ടത് അല്ലെ. അതായത് ഒരു ഭക്ഷണക്രമം. അപ്പൊ ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം സയന്റിഫിക്കലി നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ എന്താണ് അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ, അവരുടെ ആ ഒരു രോഗാവസ്ഥ ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങൾ പ്രിപ്പയർ ചെയ്താണ് കൊടുക്കുന്നത്. അതാരാണ് ചെയ്യുന്നത്? ഡയറ്റീഷ്യൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡയറ്റീഷ്യൻസ് ഇങ്ങനെയുള്ള ഭക്ഷണക്രമങ്ങൾ അവരുടെ ആ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവർക്ക് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഡയറ്റ് പ്ലാനിങ്ങുകളൊക്കെ നടത്തി ഒരു
ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് നൽകുന്നു. അങ്ങനെ സയന്റിഫിക്കലി അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നൽകുന്ന ആ ഒരു ഡയറ്റ്, അങ്ങനെ ഒരു ശരിയായ ഭക്ഷണക്രമം അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ എന്ത് ചെയ്യാം, അവരുടെ ആ ഒരു പൂർണ്ണ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസ്. ഹോസ്പിറ്റലിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിംഗ് സർവീസ് ആണ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. എന്താണ്, ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട്. എന്തിലൂടെയാണ്? ശരിയായ ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ ശരിയായ ഒരു ഡയറ്റിലൂടെ അല്ലെങ്കിൽ ശരിയായ ഒരു ഭക്ഷണക്രമത്തിലൂടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. Then educating the patients who are receiving treatment at the hospital regarding use and benefit of various foods and healthy diets. ഇനി എന്താണ് ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു? ആരെയാണ്? അവിടുത്തെ പേഷ്യൻസിനെ ബോധവൽക്കരണങ്ങൾ നൽകുന്നു. എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബോധവൽക്കരണങ്ങൾ എഡ്യൂക്കേഷൻസ് നടത്തുന്നത്? അവർക്ക് റിസീവിംഗ് ട്രീറ്റ്മെന്റ്, അതായത് അവിടെ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചികിത്സയിലിരിക്കുന്ന പേഷ്യൻസിന് അവരുടെ ഡയറ്റ് അല്ലെങ്കിൽ അവരുടെ ആ രോഗവുമായി ബന്ധപ്പെട്ട് എന്താ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ആ വേരിയസ് ഫുഡ് ഐറ്റംസ് അത് ഓരോന്നിന്റെയും യൂസ് എങ്ങനെയാണ്, ഉപയോഗം എങ്ങനെയാണ്, അത് എത്രത്തോളം നമുക്ക് ബെനിഫിഷ്യൽ ആണ്, എത്രത്തോളം പ്രയോജനകരമാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഹെൽത്തി ഡയറ്റ്. എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ്? ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം. അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ്, നമുക്ക് എന്തോരം ബെനിഫിറ്റ്സ് അതുവഴി ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണം അവിടെ ചികിത്സയിലിരിക്കുന്ന ഓരോ പേഷ്യൻസിനും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് നോക്കിയേ. Contains adequate amounts of all the necessary nutrients required for healthy growth and activity. എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ്? ഹെൽത്തി ഡയറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ contains adequate amount of all the necessary nutrients required for healthy growth and activity. നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ പ്രവർത്തനങ്ങൾക്കും എന്താണ് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ന്യൂട്രീഷ്യൻസ് വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ അടങ്ങിയ, അതായത് കൃത്യമായിട്ടുള്ള അളവില് എല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ എല്ലാ എന്താണ് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് ചോദിച്ചാൽ കണ്ടെയ്ൻസ് ആഡിക്വേറ്റ് അമൗണ്ട്സ് ഓഫ് ഓൾ ദ നെസസറി ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി. നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കൃത്യമായിട്ടുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണക്രമമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇനി അതുപോലെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ ഫുഡ് ഐറ്റംസിന്റെയും യൂസ് എങ്ങനെയാണ്, ഉപയോഗം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണം ആർക്ക് നൽകുന്നു? അവിടെ ട്രീറ്റ്മെന്റുകളിൽ ഇരിക്കുന്ന, ചികിത്സയിലിരിക്കുന്ന ഓരോ പേഷ്യൻസിനും ഇതുവഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സേവനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, എ ന്യൂട്രീഷ്യൻസ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻസ് ഗുഡ് ഹെൽത്ത്. ഇനി എന്താണ് ഒരു ന്യൂട്രീഷൻ ഡയറ്റ് ചെയ്യുന്നത്? ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്താണ് ചെയ്യുന്നത്? ഈസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് or maintains good health. എന്താണ്? നല്ല ആരോഗ്യം അല്ലെ. നല്ല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ നിലനിർത്തുകയോ ചെയ്യുന്നു. ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്താണ് ചെയ്യുന്നത്? ഇസ് വൺ ദാറ്റ് പ്രൊമോട്ട്സ് ഓർ മെയിൻറ്റെയിൻസ് ഗുഡ് ഹെൽത്ത്. നല്ല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്യുന്നു. ഇതാണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ്. ഇനി ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. എന്തിനെയാണ്? ഒരു ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്നതാണ് ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത്. ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. അത് എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ പേഷ്യൻസിന് അവരുടെ ആ രോഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ
കാര്യങ്ങളും നിറവേറ്റുന്ന രീതിയിലുള്ള എന്താണ് ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നു, ഫുഡ് കൗൺസിലിംഗ് കൊടുക്കുന്നു. അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുന്നത് ഈ ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ആ ഒരു സേവന വിഭാഗമാണ്. ഇനി അവിടെ എന്താ പേഷ്യൻസിന് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് എന്തിനൊക്കെ പറ്റിയിട്ടാണ്, വേരിയസ് ഫുഡ് ഐറ്റംസിന്റെ യൂസ് എന്തൊക്കെയാണ്, അതുപോലെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പേഷ്യൻസിന് ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഇത് ഒരു ഡയറ്റ് അല്ലെ, ശരിയായ ഒരു ഭക്ഷണക്രമം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിന് സഹായിക്കുന്ന ഒരു സേവനം കൂടിയാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? നെക്സ്റ്റ് നോക്കി ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഈ ഒരു ഡയറ്ററി സേവനത്തിന്റെ സർവീസസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റിട്ടൈനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ, പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ്. എന്താണ് രണ്ടാമതായിട്ട് ഒബ്ജക്റ്റീവിൽ ആദ്യമായിട്ട് പറയുന്നത്? എന്താ, എല്ലാ പേഷ്യൻസിനും, ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ പോഷകപ്രദവും, അതുപോലെ ഡെലീഷ്യസ് രുചികരവും, ആൻഡ് ഹെൽത്തി മീൽസ് ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. എന്താണ്, എല്ലാ പേഷ്യൻസിനും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകപ്രദവും രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. ഇനി എങ്ങനെയായിരിക്കണം ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്? നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ, നല്ല ഉയർന്ന രീതിയിലുള്ള നിലവാരത്തിലുള്ള ശുചിത്വം പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ഭക്ഷണങ്ങളുടെ പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി നടത്തേണ്ടത്. അപ്പോ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയം മുതൽ അത് ആളുകൾക്ക് കൊടുക്കുന്ന സമയം വരെ അവിടെ എന്ത് പാലിച്ചിരിക്കണം? ഉയർന്ന നിലവാരത്തിലുള്ള ശുചിത്വം പാലിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കേണ്ടതും അത് വിതരണം ചെയ്യേണ്ടതും. അപ്പൊ അങ്ങനെ ഹൈ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഹൈ ഹൈജീൻ ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ശുചിത്വം പാലിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങള് അത് എങ്ങനെയുള്ളതായിരിക്കണം? രുചികരവും അതുപോലെ എന്താണ് പോഷകപ്രദവും അല്ലെങ്കിൽ ആരോഗ്യകരവുമായിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ ഭക്ഷണങ്ങളും എല്ലാ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ നോക്കിയേ, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. എന്താണ്, ഓരോ പേഷ്യൻസിന്റെയും കൺസിഡർ അല്ലെ, ഓരോ പേഷ്യൻസിനും ഓരോരുത്തർക്കും ഓരോ ഡയറ്റ് പ്ലാനുകളായിരിക്കും ആവശ്യമായിട്ട് വരിക. അപ്പൊ ഓരോരുത്തരുടെയും കണ്ടീഷൻസ് വ്യത്യാസമാണ്. അവർക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള ഡയറ്റ് പ്ലാനുകളാണ് പ്രിപ്പയർ ചെയ്ത് നൽകേണ്ടത്. എല്ലാവർക്കും സെയിം അല്ല. അപ്പൊ അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഓരോ ഇൻഡിവിജ്വലിനെയും എടുത്ത് അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുക. ഇനി അങ്ങനെ ഡയറ്റുകൾ പ്ലാനിങ് ചെയ്യുമ്പോൾ അങ്ങനെ പ്ലാനിങ് ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക, വിലയിരുത്തുക. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇവാലുവേഷൻ ആണ് ഡയറ്റ് പ്ലാനിങ്. ഓരോ പേഷ്യൻസിന്റെയും രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് അവരുടെ ആ ഒരു ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് അതിനെ എന്ത് ചെയ്യുക, ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുക, അതിനെ വിലയിരുത്തുക. സെക്കൻഡ് പോയിന്റ് അതാണ്. തേർഡ് വൺ നോക്കി, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് കെയർ പ്ലാനിങ്. ഇനി എന്താണ്, ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാനുകളില് എന്തൊക്കെയാണ് അവർക്ക് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിചരണങ്ങളാണ് അവർക്ക് ലഭിക്കേണ്ടത്, അവരുടെ ബോഡിയിൽ എന്തൊക്കെയാണ് അതിനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറവുകൾ ഉള്ളത്, എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഈ ഒരു ഡയറ്റിൽ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഫുഡ് ഐറ്റംസ് പല കലോറി വാല്യൂ ഉള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും. അപ്പൊ അതിന്റെ കലോറി നീഡ്സ് ആ ഒരു ബോഡിക്ക് എത്ര വേണം, അതുപോലെ ഈ ഒരു ഡയറ്റിൽ എത്രത്തോളം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ആ കലോറി വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതൊക്കെ ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന ലക്ഷ്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കിയേ, പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. ഓരോ പേഷ്യൻസും പേഴ്സണലൈസ്ഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പേഷ്യൻസിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പോഷകാഹാരവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. OPയും IP എന്താണ് OP ആൻഡ് IP? OP ആൻഡ് IP എന്താ? ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻ പേഷ്യന്റ് അല്ലെ. അപ്പൊ OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്, അതായത് ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും അവരുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യുക. നോക്കിയേ, ലാസ്റ്റ് വൺ, ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഇനി എന്താണ് ഒരു ഡയറ്ററ്റിക്സ് എന്ന് എഴുതി വെച്ചോട്ടോ.
ഡയറ്ററ്റിക്സ് എന്താണെന്ന്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ്. ഡയറ്ററ്റിക്സ് കേട്ടോ, ഡയറ്ററ്റിക്സ് എന്താണെന്ന് എഴുതി വെച്ചോ. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ് concerned with. It's a branch of knowledge concerned with the diet and its concerned with the diet and its effects on health and its effects on health. Its effects on health. The branch of knowledge concerned with the diet and its effects on health. Its effects on health. Kidiya? Dietetics ennaanu? Is a branch of knowledge concerned with the diet and its effects on health. Okay? അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നോക്കി. അവിടെ എന്താണ്? ഇതൊരു ശാഖയാണ് അല്ലെ, ഇതൊരു അറിവ് നൽകുന്ന ഒരു ശാഖയാണ്. എന്തിനെ പറ്റിയുള്ള അറിവാണ് നൽകുന്നത്? ഡയറ്റ്, ഒരു ഭക്ഷണക്രമത്തെ കുറിച്ചും അത് കഴിക്കുന്നതിൽ അത് ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ആരോഗ്യപരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എഫക്ട്സ് ആണ് നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് പ്രധാനമായിട്ടും. അതായത് ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എഫക്റ്റ് ആണ് അത് കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു ശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എങ്ങനെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അത് എത്ര നല്ല രീതിയിൽ മെച്ചപ്പെട്ടതാവുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്, അതായത് ഇതൊരു ഡയറ്റ്, ശരിയായ ഒരു ഭക്ഷണക്രമം. അപ്പൊ ആ ഭക്ഷണക്രമം വഴി ഉണ്ടാവുന്ന നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാവുന്ന എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഐറ്റംസ് അല്ലെങ്കിൽ ഇനങ്ങളെ എന്ത് ചെയ്യുക, ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഇനങ്ങളെ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള പരിശീലനങ്ങൾ, അതാണ് ട്രെയിനിങ്സ്, പരിശീലനങ്ങള് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കുക. അതാണ് ലാസ്റ്റ് പറയുന്ന പോയിന്റ്. അപ്പൊ നോക്കിയ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേണ്ട, ഒരു എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യുക, രുചികരവും പോഷകപ്രദവും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക. ഇനി എങ്ങനെയുള്ള കണ്ടീഷനായിരിക്കണം ഇതിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി നടക്കേണ്ടത്? ഒരു ഹൈ ലെവൽ ഓഫ് ഹൈജീൻ അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള ശുചിത്വം പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ഭക്ഷണങ്ങളുടെ പ്രൊഡക്ഷൻ ആൻഡ് എന്താണ് ഡെലിവറി നടത്താനായിട്ട്. നെക്സ്റ്റ് നോക്കി, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. നെക്സ്റ്റ് പറയുന്ന ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, അതായത് ഓരോ പേഷ്യൻസിന്റെയും അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോ ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുക, അതിനെ വിലയിരുത്തുക. നെക്സ്റ്റ് നോക്കി, കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. എന്താണ് അവരുടെ ആ ഒരു ഡയറ്റ് പ്ലാനുകളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആഹാരങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് ന്യൂട്രീഷണൽ അല്ലെങ്കിൽ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പരിചരണങ്ങൾ അവർക്ക് കൊടുക്കണം, അതുപോലെ അവരുടെ ആ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കലോറി വാല്യൂസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്. ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ കണ്ടീഷൻസ് അസസ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ വിലയിരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ലഭ്യമാക്കുക. നെക്സ്റ്റ് നോക്കിയേ, OP ആൻഡ് IP, അതായത് ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനും അവരുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. എന്താണ് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വഴി നമ്മുടെ ഹെൽത്തിന് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാവണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇനങ്ങൾ അല്ലെങ്കിൽ ഐറ്റംസ് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഈ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ ഇവിടെയുള്ളവർക്ക് നൽകുക എന്നുള്ളത് കൂടിയാണ് ഒബ്ജക്റ്റീവിൽ വരുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡയറ്റീഷ്യൻസ്.
ഡയറ്റീഷ്യന്റെ റോൾ എന്താന്ന് നോക്കാം. ഡയറ്റീഷ്യൻ ആരാണ്? ഡയറ്റീഷ്യൻ ഇനി അവരുടെ കുറച്ച് ഡ്യൂട്ടീസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡയറ്റീഷ്യൻ ആർ ഹെൽത്ത് പ്രൊഫഷണൽസ്. എന്താണ്? അവരൊരു ആരോഗ്യ വിദഗ്ധരാണ് അല്ലെ. ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഇസ് ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റൂട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. എന്താണ്? ഒരു പേഴ്സണലായിട്ട് ഒരു ഇൻഡിവിജ്വലിനാവാം, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ, ഒരു ജനസമൂഹത്തിനോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിക്കോ അവരുടെ ഗുഡ് റൂട്ടീൻസ്, നല്ല ദിനചര്യകള്, അവരുടെ ആ നല്ല ദിനചര്യകള് എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. അപ്പൊ നമുക്കുമുണ്ട് ഓരോ റൊട്ടീൻസ് അല്ലെ. നമുക്ക് ഒരു ദിനചര്യ ഉണ്ടല്ലോ, രാവിലെ ഇത്ര മണിക്ക് എണീക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അങ്ങനെ നമുക്ക് എല്ലാ ഡെയിലി നമ്മളൊരു ആ ഒരു ഫ്ലോയിൽ തന്നെയായിരിക്കും പോയിരിക്കും അല്ലെ. നമ്മുടെ ദിനചര്യ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ദിനചര്യകൾ കൊണ്ട് നമ്മുടെ ഹെൽത്തിന് വലിയ എഫക്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, അതിൽ മാറ്റങ്ങൾ വരുത്തണ്ടേ. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാലായിരിക്കും നമ്മുടെ ആ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല മികച്ച രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഡയറ്റീഷ്യനാണ് അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നേതൃത്വങ്ങൾ നൽകുന്നത്. അപ്പൊ ഒരു ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട് ആ ഡയറ്റീഷ്യൻ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഒരു ഇൻഡിവിജ്വൽ പർട്ടിക്കുലർ ആയിട്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനോ എന്താണ് അവരുടെ ഒരു ഗുഡ് റൂട്ടീൻസ് അല്ലെങ്കിൽ അവരിൽ ഒരു നല്ല ജീവിത രീതികൾ അല്ലെങ്കിൽ നല്ല ദിനചര്യകള് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള കഴിവുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ നിലവിലുള്ള ഇപ്പോൾ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി റൊട്ടീൻസ് അല്ലെങ്കിൽ അവരുടെ ദിനചര്യകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ്, ഒരു ആരോഗ്യ വിദഗ്ധയാണ്. എന്താണ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്? അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിനോ എന്താണ് അവരുടെ നല്ല ദിനചര്യകള്, അവരുടെ ആ ഒരു ഡെയിലി റൊട്ടീൻസ്, അതിൽ നല്ല നല്ല ദിനചര്യകൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ദിനചര്യകൾ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ നോർമൽ ആയിട്ടുള്ള ഡെയിലി റൊട്ടീൻസ് അല്ലെങ്കിൽ ഡെയിലിയുള്ള ദിനചര്യകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതാണ് ആൾട്ടറിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. A dietitian is the one who manages the preparation of therapeutic or other diets for individuals or groups in hospitals, institutions, other establishments and for workers in particular sectors. ഇനി എന്താണോ ഒരു പ്രത്യേക മേഖലയിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലോ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളാവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആവാം. അപ്പൊ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിന്റെ മറ്റവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡയറ്റുകളാവാം. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യണം വേണ്ടേ. അപ്പൊ ആ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് മാനേജ് ചെയ്യുന്നത് ഈ ഡയറ്റീഷ്യൻ ആയിരിക്കും. എന്താണ് പറഞ്ഞത്? ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? അതായത് ഒരു പേഷ്യൻസ് ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പൊ പേഷ്യൻസിനെ മാത്രമല്ല മറ്റേതൊരു മേഖലയില് വർക്ക് ചെയ്യുന്നവരായിരിക്കും, പ്രത്യേക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലോ ആവാം. അവരുടെ ചിലപ്പോൾ അവരുടെ ഭക്ഷണക്രമം ചിലപ്പോൾ അത് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാവാം. എന്തുമായിക്കോട്ടെ, ഏത് മേഖലയിലുള്ളവരുമായിക്കോട്ടെ, അവരുടെ ആ ഒരു ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് ഭക്ഷണങ്ങൾ തയ്യാറാക്കണം അല്ലെ, പ്രിപ്പയർ ചെയ്യണ്ടേ. അങ്ങനെ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മാനേജ് ചെയ്യുന്നത് ആരാണ്? ഡയറ്റീഷ്യൻ ആയിരിക്കും. Then he instructs in selection and proper preparation of food as per dietetic principles. എന്താണ്? ശുചിത്വ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഓരോ ഐറ്റംസും ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു ക്രമമുണ്ട് അല്ലെ. അപ്പൊ അതിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ഇന്ന ഐറ്റംസ് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞാൽ കൂടി അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കൂടി അറിയണം, അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞു തരണം. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇവിടെ അങ്ങനെ
അങ്ങനെയുള്ള ഭക്ഷണ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഭക്ഷണം പ്രിപ്പയർ ചെയ്യണം അല്ലെ, ഭക്ഷണം തയ്യാറാക്കണം. ഇനി ഇങ്ങനെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് തരേണ്ടതും അതിനനുസരിച്ചുള്ള ഭക്ഷണം തയ്യാറാക്കേണ്ടതും അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് ആരായിരിക്കും? ഈ ഡയറ്റീഷ്യൻ ആയിരിക്കും. അപ്പൊ ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് തയ്യാറാക്കുമ്പോഴും അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? ഡയറ്റീഷ്യൻ ആണ്. And discharges duties connected with the nutrition programs. അതുപോലെ എന്താണ് ന്യൂട്രീഷൻ പ്രോഗ്രാംസ് അല്ലെ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഈ ഒരു സേവനവുമായി ബന്ധപ്പെട്ട ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, അതായത് നമ്മുടെ പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡേയ്സോ അല്ലെങ്കിൽ വീക്സോ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യേണ്ടത്, അതിന്റെ ഡ്യൂട്ടി ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ആരാണ്? ഒരു ഡയറ്റീഷ്യൻ ആണ്. അപ്പൊ ഈ ഒരു സേവനമായി ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ന്യൂട്രീഷണൽ ഡേ അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ എന്തൊക്കെ യൂസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂട്രീഷൻ പ്രോഗ്രാംസ് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് ആരാണ്? അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഡ്യൂട്ടി വഹിക്കേണ്ടത് ആരാണ്? ഡയറ്റീഷ്യൻ ആണ്. And may be liable for food purchasing on behalf of an organization or establishment. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടോ ഫുഡ് പർച്ചേസിംഗുകൾ നടത്തുകയാണെങ്കിൽ അതിന് ലയബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ ബാധ്യസ്ഥനായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നതും ഡയറ്റീഷ്യൻ ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഡയറ്റീഷ്യന്റെ റോളുകൾ പറയുന്നത്? ഡയറ്റീഷ്യൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നല്ല റൂട്ടീൻസ്, ഒരു നല്ല ദിനചര്യകള് വ്യക്തികളിലേക്ക് എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതിനൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഡയറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. അവർ ആരോഗ്യ വിദഗ്ധരാണെന്ന് പറയുന്നു. ഇനി ഡയറ്റീഷ്യൻസ് എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലാന്നുണ്ടെങ്കിലോ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അവർ ഫോളോ ചെയ്യുന്ന ഓരോ ഡയറ്റ്സുകളിലും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെ, തയ്യാറാക്കേണ്ടതായിട്ടുള്ള ഐറ്റംസ് എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് മാനേജ് ചെയ്യുന്നത് ഈ ഡയറ്റീഷ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറഞ്ഞേ, ഭക്ഷണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തയ്യാറാക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം നൽകുന്നു. അതുപോലെ എന്തൊക്കെയാണ് സെലക്ട് ചെയ്താണ് ഇങ്ങനൊരു പ്രിപ്പറേഷൻ നടത്തേണ്ടത്, അതിന് പ്രത്യേകമായിട്ട് ഇന്ന സാധനങ്ങൾ മാത്രമേ ചേർക്കേണ്ടതായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതും ഈ ഡയറ്റീഷ്യൻ ആയിരിക്കും. പിന്നെ എന്താ പറഞ്ഞേ, ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ വരികയാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറ്റീഷ്യന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ടോ ഫുഡ് പർച്ചേസിംഗുകൾ വരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബാധ്യസ്ഥനായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? എന്താണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞു, നമ്മള് ഒബ്ജക്റ്റീവ്സ് എന്താന്ന് പറഞ്ഞു. അടുത്തത് ഡയറ്റീഷ്യൻ എന്താണ്, അവരുടെ റോളുകൾ, കുറച്ച് ഡ്യൂട്ടീസും പറഞ്ഞു. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഒരു ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. A healthy lifestyle can be obtained by sustaining a balanced diet and keeping to conservation to meet all the essential nutrients needed by the body. നമ്മുടെ ശരീരത്തില് നമ്മുടെ ബോഡിക്ക് ആവശ്യമായുള്ള എല്ലാ ന്യൂട്രിയൻസും എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാ ന്യൂട്രിയൻസും ശരിയായ രീതിയിലുള്ള ആവശ്യമായിട്ടുള്ള അളവിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും കൺസിഡർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡയറ്റ് ആണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? സമീകൃത ആഹാരം. അപ്പൊ ആ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം നിലനിർത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിത ശൈലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾക്ക് നിലനിർത്തണമെങ്കിൽ അവിടെ എന്ത് സസ്റ്റെയിൻ ചെയ്തിരിക്കണം, എന്ത് നിലനിർത്തിയിരിക്കണം? ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തിയിരിക്കണം. അപ്പൊ ആ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ്? ആ ഒരു സമീകൃത ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും
ശരിയായ അളവിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ശരിയായ അളവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡയറ്റ് ആണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃതാഹാരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലി, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കി, എ പ്രോപ്പർ മീൽ പ്ലാൻ, ഒരു ശരിയായ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണക്രമം ഹെൽപ്സ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ്. ശരിയായ ഒരു ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയിറ്റ്, ശരിയായ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ബോഡി വെയിറ്റ് നിലനിർത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. നമുക്ക് ശരിയായ ഒരു ഭക്ഷണക്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി വെയിറ്റ് കൂടിയാലും കുഴപ്പമാണ്, വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമാണ് അല്ലെ. അപ്പൊ നമുക്കൊരു ഐഡിയൽ അല്ലെങ്കിൽ ശരിയായ അനുയോജ്യമായിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ട്, നമ്മുടെ ആ ഹൈറ്റിനനുസരിച്ച് ഒരു വെയിറ്റ് വേണമെന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ വെയിറ്റുകൾ, അനുയോജ്യമായിട്ടുള്ള ഒരു വെയിറ്റ് നിലനിർത്താനായിട്ട് ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റിക്സ്. ഇനി എന്തിനെയാണ് സഹായിക്കുന്നത്? ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസസ്. എന്താണ്? വിട്ടുമാറാത്ത രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിക്സ്, പ്രമേഹം, അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസസ്, എന്താണ്? ഹൃദ്രോഗങ്ങള്, അതുപോലെ ടൈപ്സ് ഓഫ് ക്യാൻസർ പോലെയുള്ള മറ്റു രോഗങ്ങള്. ഇങ്ങനെയുള്ള വിട്ടുമാറാത്തതായിട്ടുള്ള രോഗങ്ങളിൽ നിന്നുള്ള അതിന്റെ ഒരു അപകടകരമായിട്ടുള്ള ഒരു റിസ്ക് അല്ലെ, അതാണ് എന്താണ് അതിനെ നമുക്ക് ലോവർ ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ, ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു പ്ലാനിലാണ് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബോഡി വെയിറ്റ് ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ അനുയോജ്യമായിട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? വിട്ടുമാറാത്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അപകടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് അത്? ക്രോണിക് ഡിസീസസിൽ വരുന്ന പ്രമേഹം, അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങള്, മറ്റു ചില തരത്തിലുള്ള ക്യാൻസറുകൾ പോലെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ റിസ്ക് അല്ലെങ്കിൽ അപകടം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെയുള്ള ഒരു ശരിയായ ഭക്ഷണക്രമം കഴിക്കുന്നതിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതിലൂടെ. കിട്ടിയോ? നെക്സ്റ്റ് നോക്കി, എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്. ഒത്തിരി ടൈപ്പ് ഓഫ് ഡയറ്റുകളുണ്ട്. അത് ഓരോരുത്തർക്കും അതിൻ്റെതായ ബോഡി അനുസരിച്ച് അവരുടേതായ ആവശ്യകതകൾക്കനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പൊ അതിൽ ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡയറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റിന് എക്സാമ്പിളുകളാണ്. ഒരു 7 ആണ് കൊടുത്തിരിക്കുന്നത്. 7 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ഡയറ്റ് എന്നാണ് കേട്ടോ. റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, അതുപോലെ ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആൻഡ് ലിക്വിഡ് ഡയറ്റ്. അതിലെ ഫസ്റ്റ് പണ്ട് നോക്കിയേ, കാർഡിയാക് ഡയറ്റ്. ഇനി എന്താണ് ഒരു കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ? കാർഡിയാക് ഡയറ്റ് എന്തുമായി ബന്ധപ്പെട്ട ഡയറ്റ് ആണ്? എന്തുമായി വെരി ഗുഡ്, ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. വെരി ഗുഡ്, ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് കാർഡിയാക് ഡയറ്റ് എന്നൊന്ന് നിങ്ങൾ ഓരോ പോയിന്റ്സ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പൊ കാർഡിയാക് ഡയറ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് എന്താണെന്നുള്ളത് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതിയെ. കാർഡിയാക് ഡയറ്റ് ഇതിന് മറ്റൊരു പേരാണ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. അപ്പൊ എഴുതിക്കോ, കാർഡിയാക് ഡയറ്റ് ഓർ ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഹാർട്ട് ഹെൽത്തി ഡയറ്റ്, cardiac diet or heart healthy diet is a diet. എന്താണെന്ന് എഴുതിക്കോട്ടോ. is a diet focus on, is a diet focus on, is a diet focus on reducing sodium, fat, reducing sodium, fat, reducing sodium, fat, and cholesterol intake, and cholesterol intake, and cholesterol intake. So, cardiac diet or heart healthy diet എന്താണെന്നാണ് പറഞ്ഞത്. is a diet focus on reducing sodium, fat and cholesterol intake. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആണ്?
ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് ആണ് അല്ലെ. അതായത് ഹൃദ്രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് രോഗങ്ങളാൽ വരുന്ന പേഷ്യൻസിന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? ലോ സോഡിയം, സോഡിയത്തിന്റെ അളവ് കുറവുള്ളവയായിരിക്കണം. ഫാറ്റിന്റെയും കൊളസ്ട്രോളിന്റെയും അളവ് കുറവുള്ളവയായിരിക്കണം. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് കാർഡിയാക് ഡയറ്റ്. എന്താണ് കാർഡിയാക് ഡയറ്റ്? അല്ലെങ്കിൽ ഫോക്കസ് ഓൺ റെഡ്യൂസിങ് സോഡിയം ആൻഡ് ഫാറ്റ് ആൻഡ് കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് കൊളസ്ട്രോൾ കൊളസ്ട്രോളിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻടേക്ക്, അതിന്റെ ആ ഒരു കഴിക്കുന്നത്, അതാണ് ഇൻടേക്ക് എന്ന് പറയുന്നത്, കഴിക്കുക അല്ലെങ്കിൽ ആഹാരമാക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതാ കഴിക്കുന്നതിൽ അത് എന്ത് ചെയ്യുക? കുറയ്ക്കണം. അതിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ ഉൾപ്പെടുത്തുന്നത് വഴി എന്ത് ചെയ്യുന്നു? ഹാർട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭക്ഷണം, നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷണത്തെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങളായിരിക്കും അവർ ഒഴിവാക്കേണ്ടത്? എന്തൊക്കെയായിരിക്കും ഒഴിവാക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞേ, മെസ്സേജ് അയച്ചിട്ടേ വേഗം. എന്തൊക്കെയായിരിക്കണം? മീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പോൾട്രി എന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോ അതിന്റെ സ്കിൻ പോലെയുള്ളവ ഉണ്ടാവും അല്ലെ. ചിക്കനിലാണെങ്കിലും ഡക്കിലാണെങ്കിലും ഒക്കെ സ്കിൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്ത് ഫാറ്റ് കണ്ടന്റ്, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള കണ്ടന്റ്സ് കൊടുക്കും. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കണം. അത് തന്നെ ഓയിൽസിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന അല്ലെ, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കണം. അങ്ങനെയുള്ള ഒത്തിരി ഫാറ്റിസ് ഒക്കെ ഒഴിവാക്കിയ ശേഷമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും? എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും? അവര് ഹെൽത്തി ആണ്. വെജിറ്റബിൾസ്, വെരി ഗുഡ്. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെ. അതുപോലെ എന്താണ് ഓയിലി ഫിഷസ്. എന്തൊക്കെയാണ്? സാർഡൈൻ പോലെയുള്ള ഫിഷസ് ഇല്ലേ, അങ്ങനെയുള്ള ഫിഷസ്, അതായത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഫിഷസ് അവർക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ലീഫി വെജിറ്റബിൾസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അവരെന്ത് ചെയ്യണം? ഒരു നല്ല ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ച് ഭക്ഷണ ക്രമീകരണം നടത്തേണ്ടതുണ്ട്. നെക്സ്റ്റ് നോക്കി, റീനൽ ഡയറ്റ്. ഈ റീനൽ ഡയറ്റ് എന്ന് പറയുന്ന വേർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? റീനൽ അറിയോ? ആ പേരുകളിൽ നിന്ന് തന്നെ വെരി ഗുഡ്. കിഡ്നി അല്ലെ, കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റീനൽ ഡയറ്റിന്റെ മറ്റൊരു പേര് എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എന്ത് ഡയറ്റ് ആയിരിക്കും? കിഡ്നി ഡയറ്റ് എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പൊ ഒന്ന് എഴുതി വെച്ചേക്കാം, റീനൽ ഡയറ്റ്. സെക്കൻഡ് വൺ എഴുതിക്കോ, റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ്. ഓക്കെ, റീനൽ ഡയറ്റിനെ കിഡ്നി ഡയറ്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ് റീനൽ ഡയറ്റ് എന്ന് എഴുതിക്കോ. A renal diet is a diet. A renal diet is a diet aimed at aimed at keeping levels of fluids and minerals, balanced in the body. A renal diet is a diet aimed at keeping levels levels of fluids and minerals balanced in the body in individuals, balanced in the body in individuals with chronic kidney disease, with chronic kidney disease or who are on dialysis, ഒന്നുകൂടി പറയാം. A renal diet is a diet aimed at keeping levels of fluids and minerals balanced in the body in individuals with chronic kidney disease or who are on
dialysis. Who are on dialysis? കിട്ടിയോ? ഇപ്പൊ എന്താണ് ഒരു റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്തിനു വേണ്ടിയിട്ട്, എന്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെ വൃക്കയുമായി ബന്ധപ്പെട്ട് അതിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്? ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആവാം, അങ്ങനെയുള്ള വ്യക്തികൾ, ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അതാണ് ഹൂ ആർ ഓൺ ഡയാലിസിസ്. ആരാണോ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികൾ, ഇപ്പൊ നിലവിൽ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികള്, അതുപോലെ തന്നെ എങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ്, വിട്ടുമാറാത്ത രീതിയിൽ മാറാത്ത കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഉള്ളവരൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരിൽ അവരുടെ ബോഡിയിലെ ബാലൻസ് നിലനിർത്തുന്ന രീതിയിലുള്ള ഫ്ലൂയിഡുകള്, അതുപോലെ തന്നെ മിനറൽസിന്റെ ഒക്കെ ലെവലുകൾ എങ്ങനെയായിരിക്കണം അവരുടെ ബോഡിയിൽ ബാലൻസ് ചെയ്ത് നിർത്തണം. അപ്പൊ അങ്ങനെയുള്ള ബാലൻസ് ചെയ്ത് ഈ ഫ്ലൂയിഡ്സിന്റെയും മിനറൽസും ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം അവർ കഴിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമമാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇത് ആരെയും ചെയ്തിട്ടുള്ളതാണ്? ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ വിട്ടുമാറാത്ത വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് റീനൽ ഡയറ്റ് അല്ലെങ്കിൽ കിഡ്നി ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവർക്കും എങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളായിരിക്കും, എങ്ങനെയുള്ളതായിരിക്കും ഉൾപ്പെടുത്തേണ്ടത്? എങ്ങനെയൊക്കെയുള്ളതായിരിക്കും ഭക്ഷണങ്ങളായിരിക്കും ഉൾപ്പെടുത്തേണ്ടത്? ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതുപോലെ എന്തായിരിക്കണം? ഹെൽത്തി ആയിട്ടുള്ള വളരെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അവർക്ക് എങ്ങനെയാണ്? അവരുടെ ആ ഒരു പ്രോട്ടീൻസ് കുറവുള്ളവ മാത്രമേ വരാൻ പാടുള്ളൂ. അതുപോലെ സോഡിയം കുറവുള്ളത്, പ്രോട്ടീൻസ്, സോഡിയം, അതുപോലെ ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലെയുള്ള ഐറ്റംസിന്റെ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് നിയന്ത്രിച്ച് അതൊക്കെ കുറവുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് സോൾട്ട് പോലെയുള്ളതിന്റെ ഒക്കെ കുറച്ചിട്ട് അങ്ങനെയുള്ള ഭക്ഷണക്രമങ്ങൾ ഉൾപ്പെടുത്തുക. ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവർക്ക് കഴിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്തു? ഭക്ഷണക്രമം ഇത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്, ഓരോ രോഗികളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റുകളാണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് നോക്കിയേ, ലോ സോഡിയം ഡയറ്റ്. നെക്സ്റ്റ് നോക്കിയേ, ലോ സോഡിയം ഡയറ്റ്. ലോ സോഡിയം ഡയറ്റിൽ എങ്ങനെയായിരിക്കണം ഭക്ഷണക്രമം വരേണ്ടത്? ആലോചിച്ച് നോക്കി, പേരിൽ നിന്ന് തന്നെ കിട്ടിക്കൂടെ? എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കും? സോഡിയം കുറവുള്ളത്, വെരി ഗുഡ്. സോഡിയം കുറവുള്ള ഭക്ഷണക്രമമായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ലോ സോഡിയം ഡയറ്റ് എന്ന് എഴുതി വെച്ചോ. A low sodium diet is an eating plan. ഇതൊരു ഭക്ഷണക്രമമാണ് അല്ലെങ്കിൽ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് നടത്തുന്നു, അതാണ്. A low sodium diet is an eating plan that people can follow. A low sodium diet is an eating plan that people can follow to reduce the amount of sodium. People can follow to reduce the amount of sodium in their diet. A low sodium diet is an eating plan that people can follow to reduce the amount of sodium in their diet. Okay. അപ്പോ എന്താണ് ഒരു ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്? അവിടെ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അവിടെ അവരെങ്ങനെയുള്ള ഭക്ഷണക്രമമായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്? സോഡിയത്തിന്റെ അളവ് കുറവുള്ള ഭക്ഷണങ്ങളായിരിക്കണം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണക്രമമാണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോ സോഡിയം ഡയറ്റ്, ഈ ഒരു ലോ സോഡിയത്തിലുള്ള ഫുഡ് ഐറ്റംസ് വെരി ഗുഡ്. അപ്പൊ അത് എങ്ങനെയുള്ള പേഷ്യൻസിനായിരിക്കും കൂടുതലായിട്ടും കൊടുക്കുക? എങ്ങനെയുള്ളവർക്കായിരിക്കും ലോ സോഡിയം ഡയറ്റ് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുക, ഇത് റെഫർ ചെയ്യുക?
ആലോചിച്ച് നോക്കിയേ. വെരി ഗുഡ്. ബി പി അല്ലെ, ഹൈ ബി പിയിലുള്ള അല്ലെ, ബി പി കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ബി പി ഉള്ളവർക്കാണ് ലോ സോഡിയം ഡയറ്റുകൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ലോ സോഡിയം ഹൈ ബി പി ഉള്ളവർക്ക് ആകുമ്പോൾ അവർക്ക് എന്താ, സോഡിയത്തിന്റെ അളവ് കുറവേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ സോഡിയത്തിന്റെ അല്ലെങ്കിൽ സോൾട്ടിന്റെ ഒക്കെ അളവ് കുറവുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമമാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അതാണ് ലോ സോഡിയം ഡയറ്റിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കി, സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് ആവുമ്പോ എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ഡയറ്റ് ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോഫ്റ്റ് ഡയറ്റ് എന്തായിരിക്കും? എങ്ങനെയുള്ള ഫുഡ് ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? എങ്ങനെയുള്ളതായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയോ എല്ലാരും. ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകളായിരിക്കും അല്ലെ. ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ ആർക്കാണ് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുക കൂടുതലായിട്ടും? ആർക്കായിരിക്കും? ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അതുപോലെ എന്താ, വെരി ഗുഡ്, ഈസി ഡൈജഷൻ ആയിരിക്കണം അല്ലെ. സോഫ്റ്റ് ഫുഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം. പിന്നെ എന്താ, ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക്, അതുപോലെ തന്നെ വേറെ എന്താ, വേറെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? അതെ, ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. വെരി ഗുഡ്, ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ദെൻ എന്താണ് വേറെ ആർക്കൊക്കെ സോഫ്റ്റ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങള്, സർജറീസ് ഒക്കെ എന്തെങ്കിലും കഴിയുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നത് അല്ലെ, അത് കഴിഞ്ഞുള്ള ബിഫോർ സർജറിക്ക് മുൻപും അതുപോലെ ശേഷവും ഒരു 2 ദിവസത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറയും അല്ലെ. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി എന്നും ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് പേഷ്യൻസിനൊക്കെ നമ്മൾ സോഫ്റ്റ് ഫുഡുകൾ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കുറെ, അതെ വെരി ഗുഡ്, കുറെ പേഷ്യൻസിന് അല്ലെ, കുറെ അധികം സിറ്റുവേഷൻസിൽ സോഫ്റ്റ് ഫുഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു സോഫ്റ്റ് ഫുഡ് എന്ന് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡയറ്റ് എന്താണ് എന്ന് എഴുതുമ്പോൾ, ലൈറ്റ് ഫുഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. എ സോഫ്റ്റ് ഫുഡ് ഡയറ്റ് refers to a soft food diet. A soft food diet refers to a soft food diet refers to food that is soft in texture. A soft food diet refers to food that is soft in texture and easy to digest. That's soft in texture and easy to digest. That's soft in texture and easy to digest. ഒരു സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ് ഫുഡ് ഡയറ്റ് refers to food that is soft in texture and easy to digest. അല്ലെ, ആ ഫുഡ് എങ്ങനെയായിരിക്കും? വളരെ സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മൃദുവായിരിക്കും. ഈ ഒരു ഡയറ്റിൽ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ എങ്ങനെയായിരിക്കണം? വളരെ ലൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കുന്ന, അതാണ് ഈസി ടു ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ സർജറീസ് കഴിഞ്ഞവർക്കായിരിക്കാം, അല്ലെങ്കിൽ എന്താ ICU പോലെയുള്ള എന്താണ് അങ്ങനെയുള്ള ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യൻസിനായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിലോ എന്തെങ്കിലും മറ്റ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാവാം. അപ്പൊ അങ്ങനെ പല കാരണങ്ങളാല് ഡോക്ടേഴ്സ് ഓരോരോ വ്യക്തികളുടെയും കണ്ടീഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ സോഫ്റ്റ് ഡയറ്റുകൾ പേഷ്യൻസിന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്യുന്നത് വഴി അവർക്ക് എന്താ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണക്രമം ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പെട്ടെന്ന് ദഹിക്കാനും അതുപോലെ തന്നെ അവർക്ക് അത് കൺസ്യൂം ചെയ്യാനും കുറച്ചും കൂടി ഈസി ആൻഡ് എളുപ്പമായിരിക്കും. അതിങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമമാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഡയബറ്റിക് ഡയറ്റ്. ഇനി എന്താണ് ഒരു ഡയബറ്റിക് ഡയറ്റ്? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡയബറ്റിക് ഡയറ്റ്? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെ, പ്രമേഹ രോഗികള് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ്. വെരി ഗുഡ്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം കാണേണ്ടത്. അതുപോലെ തന്നെ എന്താ, ഷുഗർ പേഷ്യൻസ് അല്ലെ, അതുപോലെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ ഫൈബർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫൈബേഴ്സ് അടങ്ങിയ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് കഴിക്കാം. അപ്പൊ എങ്ങനെയാണ് അവരുടെ ഷുഗർ ലെവല്
അവർക്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം, നോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കണം അവർ കഴിക്കേണ്ടത്. അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കണം അവര് ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡയബറ്റിക് ഡയറ്റ് എന്താണെന്ന് എഴുതി വെച്ചേ. എ ഡയബറ്റിക് ഡയറ്റ് ഇസ് എ ഡയറ്റ്. A diabetic diet is a diet that is used by people. A diabetic diet is a diet that is used by people with diabetics. That is used by people with diabetics. A diabetic diet is a diet that is used by people with diabetics. ഡയബറ്റിക്സിന് അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഉള്ള ആളുകള് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക്സ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഷുഗർ ലെവല് എങ്ങനെയായിരിക്കണം, നോർമൽ ആവാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട്, കയ്യിലിരിക്കുന്ന ഷുഗർ ലെവൽ ആണെങ്കിൽ അതിനെ കുറച്ച് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കണം ഡയബറ്റിക് ഡയറ്റില് ഫോളോ ചെയ്യുന്നത്, പ്രമേഹ രോഗികള് ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഇനി എന്താണ് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് നോക്കിയേ. എങ്ങനെയുള്ളതായിരിക്കണം ഹൈ പ്രോട്ടീൻ ഡയറ്റ്? ആർക്കൊക്കെ വേണ്ടിയിട്ടാ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം ഡോക്ടേഴ്സ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. കുട്ടികൾക്ക് അല്ലെ, മാൽ ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് നോക്കാറുണ്ട്. അതുപോലെ ബോഡി ബിൽഡേഴ്സിന്, വെരി ഗുഡ്, ബോഡി ബിൽഡേഴ്സിന് കൊടുക്കാറുണ്ട്. ഞാൻ എന്താണ് ഇത്രയോ ആൾക്കാർക്കല്ലേ ഉള്ളൂ, ആണോ? പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റുകൾ അല്ലെ, പ്രോട്ടീൻസിന്റെ ആവശ്യകത അനുസരിച്ചുള്ള ഡയറ്റുകൾ പ്ലാനുകൾ കൊടുക്കാറുണ്ട്, ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെയിറ്റ് ലോസ് അല്ലെ, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെരി ഗുഡ് വൾനറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ന്യൂട്രീഷൻ സംഭവിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് അല്ലെങ്കിൽ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി പേർക്കും ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവിടെ ഹൈ പ്രോട്ടീൻ ഡയറ്റില് ഫുഡുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളായിരിക്കണം അല്ലെ. അപ്പൊ എന്താണ് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ് is a diet. High protein diet is a diet. High protein diet is a diet which contains foods rich in proteins. Which contains food rich in proteins are beneficial for. High protein diet is a diet which contains food rich in proteins are beneficial for daily routines. നമ്മുടെ ദിനചര്യകളിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻസിന് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഫുഡ് റിച്ച് ഇൻ proteins and beneficial for daily routines. High protein diet is a diet which contains food rich in proteins are beneficial for daily routines. Beneficial for daily routines. Dear. Okay. So, ഇത്രയും നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. റൊട്ടീൻ ഡെയിലി റൊട്ടീൻ നമ്മുടെ ദിനചര്യകൾ കേട്ടാ, ഡെയിലി റൊട്ടീൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മള് താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.